നടക്കുന്ന കാര്യം വ്യക്തമായിരുന്നു. ഈ തീരപ്രദേശത്തിന്റെ കവചമായി നിന്ന ആയിരക്കണക്കിന് കാറ്റാടി മരങ്ങളെ അപ്പുറത്ത് ആ തുരുത്ത് മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. ഒരു കടലാക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിച്ചിരുന്ന കാറ്റാടി മരങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ടായിരുന്നു ഇവിടെ ഖനന പ്രവർത്തനങ്ങളുടെ തുടക്കം. പിന്നീട് നമ്മൾ കണ്ടത് നൂറുകണക്കിന് ടോറസുകൾ ഇവിടെ എത്തി, നൂറുകണക്കിന് യന്ത്രക്കൈകൾ ഇവിടെ തമ്പടിച്ചു, നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ താമസിപ്പിച്ചു. യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ഞാൻ തത്വദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് ഖനനം നടക്കുന്ന ചില നിയമങ്ങളുണ്ട്. ഒരു തീരദേശത്ത് ഖനനം നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് പ്രദേശത്തുമാകട്ടെ ഖനനം നടക്കുന്നതിന് മുമ്പ് അവിടുത്തെ പാരിസ്ഥിതിക ഇമ്പാക്ട്, അത് എന്ത് പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാകും എന്ന് പഠിക്കണം. അതിനുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉണ്ടാകണം. ആ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡിക്ക് ശേഷം ആ പാരിസ്ഥിതിക കമ്മിറ്റികളും ഗവൺമെന്റും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഖനനത്തിന് അനുമതി കൊടുക്കുന്നത്. ഖനനത്തിന് അനുമതി കൊടുത്താൽ തന്നെ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റാനുള്ള അവകാശമാർക്കുമില്ല. തീരദേശത്തിന് അല്ലെങ്കിൽ ആ പ്രദേശത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അതിന്റെ മുകൾ പരപ്പിൽ നിന്ന് മാത്രം മണ്ണെടുക്കാനാണ് അനുമതി. അങ്ങനെയാണ് ഖനനത്തിന് അനുമതി ലഭിക്കുന്നത്. ഖനന അനുമതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രോസസ്സുമാണ്. ഇവിടെ ഈ അമ്പലപ്പുഴയുടെ തീരപ്രദേശത്ത്, നമ്മുടെ തീരപ്രദേശത്ത് ഏറ്റവും ശക്തമായ ആണവ ലോഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇൽമനേറ്റും മോണോസൈറ്റും എല്ലാം ഇവിടെയുണ്ട്. ഇൽമനേറ്റും മോണോസൈറ്റും ഉൾപ്പെടെയുള്ള അത്തരം തോറിയവും മെക്കയോ ഉൾപ്പെടെയുള്ള ആണവ ധാതുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പാരിസ്ഥിതികമായ അനുമതി മാത്രം ലഭിച്ചാൽ പോരാ, കേന്ദ്ര ആണവോർജ വകുപ്പിന്റെ അനുമതി ലഭിക്കണം. അപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് ചവറയിൽ ഖനനം നടക്കുന്നു. ചവറയിൽ ഖനനം നടക്കുന്നതിന് മുമ്പ് ആ വെള്ളനാതുരത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുമ്പ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടന്ന് ആ പാരിസ്ഥിതികമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഖനന വകുപ്പിന്റെയും ആണവോർജ വകുപ്പിന്റെയും അനുമതി ലഭിച്ച് അവര് മുന്നോട്ട് വെക്കുന്ന ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഖനനം നടക്കുന്നത്. അപ്പൊ അതൊരു വലിയ നീണ്ട പ്രക്രിയയാണ്. ഇവിടെ ഖനനം തുടങ്ങിയപ്പോ ഇത്തരം ഒരു പാരിസ്ഥിതിക പഠനവുമില്ല, ഇവിടെ ഒരു ആണവോർജ വകുപ്പിന്റെ അനുമതിയുമില്ല. സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനുസരിച്ച് നൂറുകണക്കിന് ലോറി വരുന്നു, ഇവിടെ നേരെ യന്ത്രക്കൈകൾ വരുന്നു, ലക്ഷക്കണക്കിന് ടൺ മണൽ വാരിക്കൊണ്ടുപോകുന്നു. ഇവിടുത്തെ ജനത പ്രതിരോധിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ ധീവരസഭ ഉൾപ്പെടെ ഇവിടെ അണിചേർന്ന ഈ നാട് ഉൾപ്പെടെ അതിശക്തമായി പ്രതിഷേധിച്ചു. ബഹുമാനിയ ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അന്ന് ആ സമരത്തിന് അണിചേർന്നു. എത്ര ക്രൂരമായിട്ടാണ് ആ സമരത്തെ ഇവിടെ ഗവൺമെന്റ് നേരിട്ടത്. നിരവധി പേരെ മർദ്ദിച്ചു, നൂറുകണക്കിന് കേസുകൾ എടുത്തു, നിരവധി ആളുകളെ ഇവിടെ നിന്നും ആ സമരത്തിൽ പങ്കെടുത്തവരുടെ ക്രൂരമായ ശ്രമങ്ങളുണ്ടായി. ഗവൺമെന്റിനൊപ്പം അന്ന് നിലപാട് സ്വീകരിച്ചത് CPM ആണ്. ഇവിടുത്തെ ഒരു ജനത ഖനനത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ ഖനനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം ചെയ്യാൻ CPM ഉണ്ടായിരുന്നു. പോലീസ് കോവിഡിന്റെ കാലഘട്ടത്തിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് നൂറുകണക്കിന് പോലീസുകാരെ അണിനിരത്തിക്കൊണ്ട് ഇവിടുത്തെ ജനതയെ അടിച്ചമർത്തി. എന്തായിരുന്നു അതിന്റെ പിന്നിലെ ചേതോവികാരം? എന്തായിരുന്നു അതിന്റെ പിന്നിലെ ചേതോവികാരം? പിന്നീട് പിടികിട്ടി. അതിന്റെ പിന്നിലെ ചേതോവികാരം പണമായിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് ലക്ഷക്കണക്കിന് ടൺ മണൽ കടത്തിക്കൊണ്ടുപോയി അതിൽ നിന്നും ആണവ ലോഹങ്ങൾ വേർതിരിച്ചെടുത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭം ഇവിടുത്തെ സ്വകാര്യ മുതലാളിമാർ ഉണ്ടാക്കിയപ്പോ അതിന്റെ ലാഭവിഹിതം ലഭിച്ചത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമായിരുന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയന് മാസപ്പടി ലഭിച്ചു. കർത്തയുടെ കമ്പനിയിൽ നിന്ന് ലോണും ലക്ഷക്കണക്കിന് രൂപ. നമുക്കറിയാം ഇവിടെയുള്ള പാവങ്ങൾക്ക് ഏതെങ്കിലും ആരെങ്കിലും കർത്ത ലോൺ കൊടുക്കാറുണ്ടോ? ഇല്ല. പക്ഷെ വീണ വിജയന് ലോൺ കൊടുത്തു. നൂറുകണക്കിന് കോടി രൂപ പിണറായി TV എന്ന അക്കൗണ്ടിലേക്ക് ചെന്നു. വീണ വിജയൻ പണം വാങ്ങി. ഇന്നിവിടെ പുറത്താക്കപ്പെട്ട യഥാർത്ഥത്തിൽ ഇന്നൊരു ചരിത്രത്തിന്റെ ആകസ്മികത കൂടി ഇന്നുണ്ട്. ഏറ്റവും ആദരണീയനായ ജനനേതാവ് ശ്രീ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനത അന്തിമ സമരത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഈ കരിമണൽ ഖനനത്തിന് തുടക്കം കുറിച്ച് വ്യവസായ മന്ത്രി EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ജയരാജൻ ഇവിടെ പത്രസമ്മേളനം നടത്തി. കരിമണൽ ഖനനം വേണമെന്ന് പറഞ്ഞു. എതിരായി സംസാരിച്ചവരെ മുഴുവൻ ആക്ഷേപിച്ചു. ആ ജയരാജൻ ഇന്ന് KC വേണുഗോപാൽ സമരം തുടങ്ങുമ്പോൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദിവസമാണ് എന്നത് പ്രകൃതിയുടെ ഒരു തിരിച്ചടിയായി തീർച്ചയായിട്ടും നമുക്ക് കണക്കാക്കുകയാണ്. നമ്മളിവിടെ നടത്താൻ പോകുന്ന സമരം
നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം നാടിനെ രക്ഷിക്കാനുള്ള സമരമാണ്. മറ്റൊരു വയനാട് ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ അതിരൂക്ഷമായ പ്രകൃതിയുടെ തിരിച്ചടി ഈ പ്രദേശങ്ങളിലേക്ക് ഉണ്ടായി ഈ തീരം നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ സമരം നടക്കുന്നത്. ഈ തീരപ്രദേശത്ത് 440 പരം വീടുകൾ ഇതിനകം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ നിന്നും യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഇവിടുന്ന് മണ്ണെടുക്കുമ്പോൾ കടലിനകത്തു നിന്ന് വരെ യന്ത്രക്കൈകൾ കൊണ്ട് മണല് വാരി നിറച്ച് ഇവിടെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി ഈ മണല് തിരികെ വെക്കുവാൻ ഇതിന്റെ വടക്ക് പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാവുകയാണ്. വളഞ്ഞവഴിയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം കടൽ ഇരച്ചു കയറി 440 പരം വീട് നഷ്ടപ്പെട്ടു. ഇനിയും രൂക്ഷമാകും. ദേശീയപാതയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ പ്രദേശത്ത് കടലും നദിയുമായി ചേരുന്ന ഈ പൊഴിമുഖത്ത് ഇനിയൊരു രൂക്ഷമായ മഴയുണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് പറയാൻ സാധിക്കില്ല. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമരം. നമ്മളെ പ്രതിരോധിക്കാൻ അപ്പുറത്ത് വലിയ കോടീശ്വരന്മാരുമൊക്കെയുള്ള നേതാക്കന്മാരോടൊപ്പം ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്, പ്രകൃതിയുടെ പിന്തുണയുണ്ട്. നമുക്ക് ഈ അന്തിമ സമരം ഈ കരിമണൽ ഖനി ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമരമാണ്. നമുക്ക് ഏവർക്കും ആ സമരത്തിൽ പങ്കാളികളാകാം. നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഞാനൊരു സ്വാഗത പ്രസംഗനായി സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് ജനങ്ങളെ തന്നെയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെക്കൂ. CPM കാരോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെക്കൂ. ഇവിടെ ഒരു CPM പ്രവർത്തകൻ ഉണ്ടായിരുന്നു, സജീവൻ, ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. കരിമണൽ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു ദിവസം സജീവൻ അപ്രത്യക്ഷനായി. സജീവൻ ഇതുവരെ പിന്നെ തിരികെ വന്നിട്ടില്ല. സജീവൻ എവിടെ പോയി എന്നറിയില്ല. തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്നത് കരിമണൽ ലോബിയുടെ സ്വാധീനത്തിന് വഴങ്ങി സജീവനെ എട്ടുന്നേക്കുമായി അപ്രത്യക്ഷനാക്കാൻ ജനതയ്ക്ക് ഇവിടുത്തെ കുടുംബത്തിലുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടം നാം കാട്ടിത്തീരണം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഏറ്റവും